ഹായ് ഓൾ, വെൽക്കം ടു ഇലക്ട്രിക്കൽ എഡ്യൂസോൺ. അപ്പോൾ നമ്മളുടെ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇലക്ട്രോണിക്സ് PWD എക്സാം ഡേറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഓൾറെഡി നിങ്ങളുടെ പ്രൊഫൈലിൽ കയറി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അവിടെ എക്സാം ഡേറ്റും കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് എത്ര പേര് അപ്ലൈ ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് സിലബസ് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ എക്സാം ഡേറ്റ് വന്നിട്ടുള്ളത് 71/2024 അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇലക്ട്രോണിക്സ് PWD സ്റ്റേറ്റ് വൈഡ് ഉള്ള നോട്ടിഫിക്കേഷൻ ആയിരുന്നു. അപ്പോൾ എക്സാം ഡേറ്റ് വന്നിട്ടുള്ളത് 29/7/2025 എക്സാം ഡേറ്റ്. 29/7/2025 ചൊവ്വാഴ്ച. 15-ാം തീയതി തൊട്ട് നിങ്ങൾക്ക് അവിടെ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. അപ്പൊ അവിടെ 22-ാം തീയതി തൊട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവിടെ കൺഫർമേഷൻ കൊടുക്കാൻ വേണ്ടി പറ്റും. ലാസ്റ്റ് ഡേറ്റ് വന്നിട്ടുള്ളത് 11-ാം തീയതിയാണ്, മെയ് 11-നാണ്. അപ്പൊ അവിടെ 14,128 പേരാണ് എന്ത് ചെയ്തേക്കുന്നത്, അപ്ലൈ ചെയ്തേക്കുന്നത്. 14,128. ഇവിടെ സിലബസ് നമ്മൾ മുന്നേ പറഞ്ഞ പോലെ സിലബസ് ചേഞ്ച് ഉണ്ട്. സ്വാഭാവികമായിട്ടും കൺഫർമേഷൻ കൊടുക്കുന്നവരുടെ എണ്ണം ഒരു 8,000 ഒക്കെ ആവാൻ സാധ്യതയുണ്ട്. ഓക്കെ, സാധ്യതയുണ്ട്. കാരണം വെച്ചാല് മുന്നേ ഒരു 80% ഇലക്ട്രിക്കൽ, 20% മാത്രമേ ഇലക്ട്രോണിക്സ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇലക്ട്രോണിക്സ് അപ്ലൈ ചെയ്യാത്ത കുറെ പേരുണ്ട്. ഇലക്ട്രിക്കൽ ആയ കുറെ പേർക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴെന്താ, സിലബസ് അവിടെ കംപ്ലീറ്റ് ആയിട്ട് അവിടെ ചേഞ്ച് ആയിട്ടുണ്ട്. എനിവേ, നമുക്ക് അതിന്റെ ഡീറ്റെയിൽസിലേക്ക് എന്ത് ചെയ്യാം, നമുക്ക് പോകാം. ഓക്കെ ഓക്കെ അപ്പൊ ഇതാണ് നമ്മളുടെ എന്ത് ചെയ്യാം, സിലബസ് വന്നിട്ടുള്ളത്. സിലബസ് ഫോർ ദ സെലക്ഷൻ ടു ദി പോസ്റ്റ് ഓഫ് അസിസ്റ്റന്റ് ഇലക്ട്രോണിക്സ് ഇൻ PWD. അപ്പോ ഇതിലിപ്പോ ടോട്ടൽ പറയുകയാണെങ്കിൽ 9 മൊഡ്യൂൾസ് ആണ് ഉള്ളത്. ഓക്കെ, 9 മൊഡ്യൂൾസ് ആണ് അവിടെ ഉള്ളത്. ഓക്കെ, 9 മൊഡ്യൂൾസും 100 മാർക്കും. അപ്പോ നമ്മളെ ഒരു മൊഡ്യൂളിന് 20 മാർക്ക് വരുന്നുണ്ട്. എനിവേ, നമുക്ക് അത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. ഇവിടെ ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക് ഡിവൈസസ് എന്ന് പറയുന്നതാണ്. ഓക്കെ, ഇലക്ട്രോണിക് ഡിവൈസസ്, അതായത് നമ്മുടെ ബേസിക് ഇലക്ട്രോണിക്സും പിന്നെ അതിന്റെ കൂടെ എന്താ ആ ഒരു എലമെന്റ്സിൽ, അതായത് BJT, മോസ്ഫെറ്റും കാര്യങ്ങളുമാണ്. അതേപോലെ പവർ ഇലക്ട്രോണിക് ഡിവൈസസും. അതാണ് എന്ത് ചെയ്തേക്കുന്നത്, നമ്മളെ ഇലക്ട്രോണിക് ഡിവൈസ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിച്ചത്. നമ്മൾ ബേസിക് ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഡിവൈസസ് ആൻഡ് സർക്യൂട്ട്സ് നമ്മൾ പറയുന്നില്ലേ, EDC ഇതൊക്കെ നമ്മൾ പറഞ്ഞ് പഠിച്ചില്ലേ, അതിലെ കുറെ കാര്യങ്ങളാണ് ഇത്. ശരിക്കും പറഞ്ഞാൽ ഇതേ കാര്യങ്ങളൊക്കെ നമ്മൾ മുന്നത്തെ സിലബസിലൊക്കെ നമ്മൾ പഠിച്ച കാര്യമാണ്. ഈ സണ ഡയോഡ് വരും, അതേപോലെ ബേസിക് ഇലക്ട്രോണിക്സ്, അതേപോലെ നമ്മുടെ ആ ഒരു PN ജംഗ്ഷൻ ഡയോഡ്, അതേപോലെ BJT, മോസ്ഫെറ്റ്, അതിന്റെ സ്ട്രക്ചർ, ഇതൊക്കെ നമ്മൾ മുന്നേ അനലോഗിൽ നമ്മൾ പഠിച്ചു തന്നെയാണല്ലേ. അത് തന്നെയാണ് അവിടെ വന്നേക്കുന്നത്. അതേപോലെ ഇലക്ട്രോൺ ഡിവൈസ് സർക്യൂട്ട്സ്, SCRും ട്രാക്കും അതിന്റെ വർക്കിങ്ങും ക്യാരും, ഇതൊക്കെ നമ്മൾ മുന്നത്തെ സിലബസിലൊക്കെ നമ്മൾ ഉണ്ടായത് തന്നെയാണ്. പക്ഷെ നമ്മൾ പിന്നെ വന്ന KICD-യിലും അതേപോലെയുള്ള എക്സാംസിലൊന്നും ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇലക്ട്രിക്കലുകാരെ സംബന്ധിച്ചിടത്തോളം ഇതെന്താ ഓൾറെഡി മുന്നത്തെ സിലബസിലൊക്കെ ഉള്ളത് തന്നെയാണ്. അതിന്റെ അത് ഇതിലൊന്ന് ആഡ് ആക്കി എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇതൊരിക്കലും നമുക്കൊരു ഇലക്ട്രോണിക് സബ്ജക്ട് നമുക്ക് അവിടെ പറയാൻ വേണ്ടി പറ്റുന്നുണ്ടാവില്ല. ഇനിയിപ്പോ നമ്മൾ രണ്ടാമത്തെ മൊഡ്യൂൾ 2 അനലോഗ് സർക്യൂട്ട്സ് എന്ന് പറയാം. ഇതിപ്പം ബേസിക്കലി എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് ഇലക്ട്രോണിക്സിന്റെ പോയിന്റ് ഓഫ് വ്യൂവിലാണ് അവർ എന്ത് ചെയ്യുന്നത്, ഇലക്ട്രോണിക് ഡിവൈസസ് അനലോഗ് സർക്യൂട്ട്സ് എന്നൊക്കെ പറഞ്ഞ് ഹെഡിങ് കൊടുത്തേക്കുന്നത്. ബേസിക്കലി ഇതും നമ്മൾ എന്താ പഠിച്ചു തന്നെയാണ്. ഈ അനലോഗ് സർക്യൂട്ട്സിൽ BJT ആംപ്ലിഫയേഴ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ മുന്നേ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഫീഡ്ബാക്ക് ആംപ്ലിഫയേഴ്സ്, ഓസിലേറ്റേഴ്സ്, പവർ ആംപ്ലിഫയേഴ്സ്, അതിന്റെ ക്ലാസിഫിക്കേഷൻ ഒക്കെ മുന്നേ നമ്മൾ പഠിച്ചു തന്നെയാണ്. പക്ഷെ നമ്മുടെ എക്സാം പോയിന്റ്, അതായത് BTech നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷെ എക്സാം പോയിന്റ് ഓഫ് വ്യൂ എന്താ, ഈ ഫീഡ്ബാക്ക് ആംപ്ലിഫയേഴ്സോ അല്ലെങ്കിൽ ഓസിലേറ്റേഴ്സ് ഉണ്ടായിരുന്നു തോന്നും. ഈ പവർ ആംപ്ലിഫയേഴ്സിന്റെ അത് ക്ലാസിഫിക്കേഷൻ ഒന്നും മുന്നത്തെ നമ്മളുടെ സിലബസിൽ ഉണ്ടായിരുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഓക്കെ, അത് നമ്മൾ പക്ഷെ BTech നമ്മൾ എന്താ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. അപ്പൊ നമുക്കൊന്ന് റീഫ്രഷ് ചെയ്ത് എടുക്കാൻ വേണ്ടി പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പൊ ഇതിൽ RC ഡിഫറൻഷ്യൽ ഇന്റഗ്രേറ്റിംഗ് സർക്യൂട്ട്സ്, ഡയോഡ് ക്ലിപ്പിംഗ് സർക്യൂട്ട്സ്, ഓക്കെ, അതൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഡയോഡ് ക്ലാമ്പിംഗ് സർക്യൂട്ട്സ്, ട്രാൻസിസ്റ്റർ ബയാസിംഗ്, അതൊക്കെ നമുക്ക് അറിയുന്നുണ്ട്. BJT ആംപ്ലിഫയേഴ്സ്, ഓക്കെ, ഇതും എന്താ പിന്നെ നമ്മൾ ഒപ്പാമ്പ് ഓൾറെഡി നമ്മുടെ സിലബസിൽ ഉള്ളത് തന്നെയാണ്. ഓക്കെ, പക്ഷെ അത് ഇലക്ട്രോണിക്സ് പോയിന്റ് ഓഫ് വ്യൂല് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇതിപ്പോ കാണുമ്പോൾ കുറെ ഉണ്ടെന്നുണ്ടെങ്കിലും കുറച്ച് എന്താ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് രണ്ടാമത്തെ മൊഡ്യൂളിൽ വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അതും എന്താ നമുക്കത് ഭയങ്കരമായിട്ട് ഇലക്ട്രോണിക്സ് ഓറിയന്റഡ് ആണെന്ന് നമുക്കവിടെ പറയാൻ വേണ്ടി പറ്റുന്നുണ്ടാവില്ല. ഞാൻ എന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ ആണ് പറയുന്നത്. ഓക്കെ, അതേപോലെ ഈ മൾട്ടി വൈബ്രേറ്റേഴ്സ്, ഹോപ്പ് ആൻഡ് ഓസിലേറ്റേഴ്സ്, മൾട്ടി വൈബ്രേറ്റേഴ്സ്, ഈ ടൈമേഴ്സ് ആൻഡ് VCO എന്നൊക്കെ പറയുന്നത് നമ്മളുടെ ഇതിൽ ഇല്ലാത്ത കാര്യങ്ങളാണ്. ഓക്കെ, ടൈമേഴ്സ് ആൻഡ് VCO എന്ന് പറയുന്നത് നമ്മുടെ സിലബസ് ആഡ് ആക്കാത്ത കാര്യമാണ്. പിന്നെ നമ്മൾ മൂന്നാമത്തെ മൊഡ്യൂൾ ആണെങ്കിൽ ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ഡിജിറ്റൽ സർക്യൂട്ട്സ് എന്ന രീതിയിൽ അവർ പറഞ്ഞു. ഓക്കെ, ഇതിലും എന്താ നമ്മൾ ഈ ആ ഒരു മെത്തേഡ്സ് ഓഫ് കൺവേർഷൻ അല്ലെങ്കിൽ പിന്നെ നമ്പർ സിസ്റ്റംസ്, അതേപോലെ ആൽഫ ന്യൂമറിക് കോഡ്സ്, അതേപോലെ ഗേറ്റ്സ് കാര്യങ്ങൾ, ഓക്കെ, അതേപോലെ കോമ്പിനേഷൻ സർക്യൂട്ട്, ഓക്കെ, അതൊക്കെ നമ്മൾ എന്താ ഓൾറെഡി നമുക്കറിയാം. സീക്വൻഷ്യൽ സർക്യൂട്ട്സ്, ഓക്കെ, അതായത് ഫ്ലിപ്പ് ഫ്ലോപ്സ് കാര്യങ്ങൾ ഒക്കെ നമുക്ക് അറിയുന്ന തന്നെയാണ്. അതേപോലെ ഷിഫ്റ്റ് രജിസ്റ്റേഴ്സ്, ഓക്കെ, അതൊക്കെ നമ്മൾ മുന്നത്തെ സിലബസിലൊക്കെ ഉണ്ടായിരുന്ന കാര്യങ്ങൾ തന്നെയാണ്.
ഈ ലോജിക് ഫാമിലീസ് ആൻഡ് ഇറ്റ്സ് ക്യാരക്ടറിസ്റ്റിക്സ് ഇതും നമ്മൾ ബിടെക്കിൽ നമ്മൾ പഠിക്കുന്നതാണ്. ഏറ്റവും ഫാസ്റ്റസ്റ്റ് ഏതാണ്, ഏറ്റവും സ്ലോവസ്റ്റ് ഏതാണ്, TTL, ECL, CMS, അതിന്റെയൊക്കെ ഒരു ബേസ് ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ, അങ്ങനെ അതിന്നൊക്കെ അങ്ങനെ മാത്രമേ ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ളൂ. അല്ലാതെ ഭയങ്കര ഡെപ്തിലൊന്നും വരാൻ സാധ്യതയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അറിയില്ല, ഞാൻ മനസ്സിലാക്കിയ കാര്യം ജസ്റ്റ് ഒന്ന് പറഞ്ഞൊന്നും മാത്രമേ ഉള്ളൂ. അപ്പൊ ഇതിൽ ഈ ലോജിക് ഫാമിലീസ് എന്തെങ്കിലും കുറച്ചും കൂടി ഒന്ന് വേണമെങ്കിൽ എഫേർട്ട് ഇട്ടിട്ടുണ്ട്. ബാക്കിയൊക്കെ നമ്മൾക്ക് ഓൾമോസ്റ്റ് നമ്മൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് അവിടെ ഉണ്ടാവുക. പിന്നെ നമ്മുടെ മൈക്രോ പ്രൊസസറിന്റെ കേസിൽ അത് കുറച്ച് ഇലക്ട്രോണിക്സ് ഓറിയന്റഡ് ആയിട്ടാണ് ഉള്ളത്. ഓക്കെ, ഈ മൈക്രോ പ്രൊസസർ എന്ന് പറയുന്ന സംഭവം നാലാമത്തെ മൊഡ്യൂൾ തന്നെ അത് ഇലക്ട്രോണിക്സ് ഓറിയന്റഡ് ആയിട്ടാണ് അവിടെ വന്നിട്ടുള്ളത്. നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളൊന്നുമല്ല. നമ്മൾ പഠിക്കുന്നുണ്ട് ആ ഒരു ഇൻസ്ട്രക്ഷൻ സെറ്റ് കാര്യങ്ങൾ, അതൊക്കെ നമ്മൾ പഠിക്കുന്ന കാര്യം, ഡാറ്റ ബസ്, അഡ്രസ് ബസ്, അതൊക്കെ ജനറൽ ഇന്റേണൽ ആർക്കിടെക്ചർ, അതൊക്കെ നമുക്ക് അറിയുന്ന ഇൻസ്ട്രക്ഷൻ സൈക്കിൾ, അതായത് അതൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ ഇതെന്താ അവർ ഇലക്ട്രോണിക്സ് ഓറിയന്റഡ് ആയിട്ടാണ് മൈക്രോ പ്രൊസസർ കാര്യങ്ങളൊക്കെ അവരോട് പറഞ്ഞിട്ടുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ, പിന്നെയാണ് നമ്മളെ സിഗ്നൽസ് ആൻഡ് സിസ്റ്റത്തിൽ വരുന്ന കാര്യങ്ങൾ. ഓക്കെ, അതാണ് ഇൻട്രൊഡക്ഷൻ ടു കണ്ടിന്യൂസ് ടൈം സിഗ്നൽസ് എന്ന രീതിയിൽ അവരോട് കൊടുത്തേക്കുന്നത്. ഓക്കെ, അപ്പം ഇതിലിപ്പം ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽസ്, അതേപോലെ സിസ്റ്റംസിന്റെ ക്ലാസിഫിക്കേഷൻ, ലീനിയർ ടൈം ഇൻവേരിയന്റ് സിസ്റ്റംസ്, അതുപോലെ ഫ്രീക്വൻസി അനാലിസിസ്, സിഗ്നൽ പ്രോസസിംഗ് ഫണ്ടമെന്റൽസ്. ഓക്കെ, അതൊക്കെയാണ് പറയുന്നത്. ഇത് വന്ന ഒരു ഇലക്ട്രോണിക്സ് ഓറിയന്റഡ് ആയിട്ടാണ് കുറച്ചൊക്കെ ഉള്ളത്. പക്ഷെ നമ്മൾ ആ ഒരു എനർജി സിഗ്നൽ എന്താണ്, പവർ സിഗ്നൽ എന്താണ്, അതുപോലെ സിഗ്നലിന്റെ ക്ലാസിഫിക്കേഷൻ, സിസ്റ്റത്തിന്റെ ക്ലാസിഫിക്കേഷൻ, അതൊക്കെ നമുക്ക് നമ്മുടെ സിലബസിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും നമ്മൾ ഈ ഒരു കുറച്ച് കാര്യങ്ങൾ അവിടെ ഒരു ഇലക്ട്രോണിക്സ് ഓറിയന്റഡ്, അതായത് ഫോറിയർ ട്രാൻസ്ഫോം, DTFT, അതൊക്കെ ഉണ്ടല്ലോ അതിന്റെ പ്രോപ്പർട്ടീസ്, അത് നമ്മുടെ ഇപ്പോഴത്തെ സിലബസിലില്ല, മുന്നത്തെ സിലബസിൽ ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്ന് ഇലക്ട്രോണിക്സ് ഓറിയന്റഡ് ആയിട്ട് കാണുന്നുണ്ട്. ഇനി നമുക്ക് അത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അനാലിസിലേക്ക് പോവാം. പിന്നെ നമ്മൾ ആറാമത്തെ മോഡൽ ഇലക്ട്രോ മാഗ്നറ്റിസം. ഓക്കെ, ഇത് നമ്മളെ ഫീൽഡ് തിയറി എന്ന് പറയുന്നില്ലേ, നമ്മൾ മുന്നേ ഒക്കെ ഫീൽഡ് തിയറി എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ടാവും. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ആ ഒരു ഫീൽഡ് തിയറി ഇലക്ട്രോണിക്സ് ഓറിയന്റഡ് തന്നെയാണ്. അതാണ് ഇവിടെ എന്ത് ചെയ്തേക്കുന്നത്, ആ ഒരു ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞേക്കുന്നത്. ഓക്കെ, പക്ഷെ ഇത് നമുക്ക് പഠിച്ചെടുക്കാൻ വേണ്ടി പറ്റുന്ന മാത്രമേ ഉള്ളൂ. നമ്മൾ ഫീൽഡ് തിയറി എന്നുള്ള രീതിയിൽ നമ്മൾ ബിടെക് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. ആ ഒരു സബ്ജക്റ്റ് ആണ് ഇവിടെ വന്നേക്കുന്നത്, ഫീൽഡ് തിയറി. ഓക്കെ, S3 മറ്റോ പഠിക്കുന്നുണ്ടാവുക. അത് പഠിച്ച കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ് ഇവിടെ വീണ്ടും എന്തായിരുന്നു പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത്. ഓക്കെ, പിന്നെയാണ് ഏഴാമത്തെ മൊഡ്യൂള് ബേസിക് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം. ഓക്കെ, അപ്പൊ ഈ ബേസിക് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിന്റെ കേസിലാണെങ്കിൽ നമ്മൾ മുന്നേ ബിടെക്കിന് അനലോഗ് കമ്മ്യൂണിക്കേഷൻ, അതേപോലെ മോഡേൺ കമ്മ്യൂണിക്കേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് പഠിച്ചിട്ടുണ്ടാവും. പക്ഷെ അതിൽ നമ്മൾ ഫ്രീക്വൻസി മോഡുലേഷനും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നു. പക്ഷെ അതൊന്നും നിങ്ങൾക്ക് അറിയുന്നുണ്ടാവില്ല. ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷനും കാര്യങ്ങളൊക്കെ ആ ഒരു സമയത്ത് നമ്മൾ പഠിച്ചു പോകുന്നതാണ്. അപ്പൊ മേ ബി അത് യൂണിവേഴ്സിറ്റി മാറുന്ന ഇഷ്ട സിലബസ് മേ ബി ചേഞ്ചസ് ഉണ്ടാവാം. അപ്പോ ഇതെന്താ നിങ്ങൾക്ക് ഒരു ഇലക്ട്രോണിക്സ് ഓറിയന്റഡ് ആയിട്ട് തന്നെയാണ് ഉള്ള സിലബസ് തന്നെയാണ് ഉള്ളത്. പിന്നെ ഇപ്പൊ എട്ടാമത്തെ മൊഡ്യൂളോട് വരുവാണെങ്കിൽ എട്ടാമത്തെ മൊഡ്യൂളിന് 20 മാർക്ക് വന്നിട്ടുണ്ട്. അതിലാണ് സെൻസേഴ്സ്, ട്രാൻസ്ഡ്യൂസേഴ്സ്, സ്പീക്കർ, മൈക്രോഫോൺസ്, റെക്കോർഡിംഗ്, പബ്ലിക് അഡ്രസ് സിസ്റ്റം. കാരണം വെച്ചാൽ ഈ പബ്ലിക് അഡ്രസ് സിസ്റ്റംസ് ഒക്കെ ഇതിൽ വരാൻ കാരണം ഞാൻ മനസ്സിലാക്കുന്നത്, ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് എന്ത് ചെയ്തിരിക്കുന്നത് എട്ടാമത്തെ മൊഡ്യൂൾ അവർ ആഡ് ആക്കിയിരിക്കുന്നത്. അതൊന്നും ഒരു ഇലക്ട്രോണിക്സ്. പിന്നെയാണ് നമ്മുടെ ഒമ്പതാമത്തെ മൊഡ്യൂൾ നമ്മൾ പവർ സിസ്റ്റം എന്ന് പറയുന്നത്. കംപ്ലീറ്റ്ലി പ്യുവർ ഇലക്ട്രിക്കൽ ഓറിയന്റഡ് തന്നെയാണ് പവർ സിസ്റ്റംസ് വരുന്നത്. പവർ സിസ്റ്റം നമ്മളിപ്പം ജനറേഷൻ, ട്രാൻസ്മിഷൻ, ഡിസ്ട്രിബ്യൂഷൻ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് വരുന്നുണ്ട്. സ്വിച്ച് ഗിയർ ആൻഡ് പ്രൊട്ടക്ഷൻ കാര്യങ്ങൾ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് വരുന്നുണ്ട്. അതേപോലെ പവർ സിസ്റ്റം അനാലിസിസ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ, ഡീറ്റെയിൽ ആയിട്ട്. പിന്നെ അതിന്റെ കൂടെ നമ്മൾ റെക്ടിഫയേഴ്സ് കാര്യങ്ങളൊക്കെ അവർ ഇതിൽ ആഡ് ആക്കിയിട്ടുണ്ട്. അതേപോലെ റെഗുലേറ്റഡ് പവർ സപ്ലൈസ്, വോൾട്ടേജ് റെഗുലേറ്റേഴ്സ്, അതേപോലെ UPS കാര്യങ്ങളൊക്കെ അവരിവിടെ ഒരു പവർ സിസ്റ്റത്തിൽ തന്നെ അവരവിടെ ആഡ് ആക്കി വെച്ചേക്കുന്നത്. ഓക്കെ, ഓക്കെ, അപ്പൊ പവർ സിസ്റ്റം അനാലിസിസ് ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ അവരവിടെ പറഞ്ഞിട്ടുണ്ട്. ഡിഫറെന്റ് മെത്തേഡ്സ് കാര്യങ്ങൾ അവർ സ്പെസിഫൈ ചെയ്തിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് ടോട്ടൽ ഓവറോൾ ആയിട്ട് നോക്കുമ്പോൾ 9 മൊഡ്യൂളും 100 മാർക്കും. ഓക്കെ, 9 മൊഡ്യൂള് 100 മാർക്കിനാണ് നമ്മുടെ എക്സാമിന്റെ അവിടെ വന്നിട്ടുള്ളത്. It may be noted that apart from the topics detailed above, the questions from the other topics prescribed for the educational qualification of the post may also be appear in the question paper. There is no undertaking that all the topics above may be covered in this question paper. Okay. അപ്പോ ഇത്രയും കാര്യങ്ങളാണ് ഇതിലുള്ളത്. അപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ എന്ത് ചെയ്യാം, മുന്നേ നമ്മൾ പറഞ്ഞിരുന്നല്ലോ, അതായത് അവിടെ സിലബസ് ചേഞ്ച് വരാൻ സാധ്യതയുണ്ട്. ഒബ്വിയസ്ലി അവിടെ സിലബസ് ചേഞ്ച് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമുക്ക് കൂടുതലായിട്ട് നമുക്ക് വേണമെങ്കിൽ ഒന്നും കൂടി നമുക്ക് എന്ത് ചെയ്യാം, ഒരു അനാലിസിലേക്ക് നമുക്ക് വരാം. ഇനി കൂടുതൽ അപ്ഡേറ്റ്സ് ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.